വരികളല്ല പ്രശ്നം, വേടന്റെ രാഷ്ട്രീയമാണ് പ്രശ്നം. ഇപ്പോഴുള്ളതൊന്നും കൊള്ളില്ല എന്ന സ്ഥാപിക്കലും അതിനെ മൺമറഞ്ഞു പോയ നമ്മുടെ മഹാരഥന്മാരെ കൂട്ടുപിടിക്കുന്നതും ഒരു പ്രവണത ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ലെജൻഡുകളായിരുന്ന വയലാറും ONV കുറുപ്പും ഭാസ്കരൻ മാഷും റഫീഖ് അഹമ്മദും ഈവൻ ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ ചെയ്ത പോലത്തെ അല്ലെങ്കിൽ അവരുടെ വരികളൊക്കെ ഈ കാലഘട്ടത്തിലും എഴുതണം, അത് മാത്രമേ പ്രശംസിക്കാൻ പാടുള്ളൂ, അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വൽക്കരിക്കുന്നതും ശരിയല്ല. വേടന്റെ വരികളിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ, ആ വരികൾക്ക് നല്ല മാനമുണ്ടെങ്കിൽ, നല്ല മെസ്സേജ് ഉണ്ടെങ്കിൽ, അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാണെങ്കിൽ നമ്മളത് പ്രശംസിക്കപ്പെടണം, അത് അംഗീകരിക്കപ്പെടണം, അവാർഡും നൽകപ്പെടണം. അതിന്മയും സംഗീതവും ആളുകളും കാലവും ഒക്കെ മാറി. നമ്മൾ പണ്ടത്തെ പത്മരാജന്റെ സിനിമയോ ഭരതന്റെ സിനിമയോ ലോഹിദാസിന്റെ സിനിമയോ ഈ കാലഘട്ടത്തിൽ ഈ ഇന്നത്തെ യുവതലമുറ എത്ര കണ്ട് അത് ഇഷ്ടപ്പെടും, അതിനെ ആസ്വദിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. മാറി, നമ്മുടെ സിനിമയും മാറി, നമ്മളും മാറി, എല്ലാം മാറി. സംഗീതവും മാറട്ടെ, പുതിയ പുതിയ ആളുകൾ പ്രശംസിക്കപ്പെടട്ടെ, പുതിയ പുതിയ വരികൾ ഉണ്ടാവട്ടെ. സംരംഭണ വിധേയരായ ആളുകളെ അവാർഡിന് പരിഗണിക്കാതിരിക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്കുണ്ടായിരുന്നു. അത് സർക്കാർ ഇക്കുറി തെറ്റിച്ചു എന്നുള്ളത് മാത്രമാണ് വേടന്റെ കാര്യത്തിൽ എനിക്കുണ്ടായ ഒരു പ്രശ്നം.